ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ചെറുതും വലുതുമായ കാൽപ്പാടുകൾ പതിഞ്ഞ വിശാലമായ കടപ്പുറം. പിന്നിൽ അർത്തുങ്കൽ സെൻറ് ആൻഡ്രൂസ് ബസിലിക്ക. അർത്തുങ്കൽ പള്ളി എന്ന പേരിൽ പ്രശസ്തമായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ദേവാലയം. കടലിനും പള്ളിക്കും മധ്യേ ഇത്തിരി നടക്കാനുള്ള ദൂരമേയുള്ളൂ. പക്ഷേ അവിടെ പതിഞ്ഞിട്ടുള്ള ചരിത്രത്തിന് ഒരു കടലോളം ആഴവും പരപ്പുമുണ്ട്. അർത്തുങ്കലിൽ ഒരേ മുറ്റത്ത് 2 പള്ളികളുണ്ട്. 2 കാലഘട്ടവും 2 തരം വാസ്തുവിദ്യയും കാട്ടിത്തരുന്ന പള്ളികൾ. 4 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പള്ളി പോർച്ചുഗീസ് വാസ്തുവിദ്യ അടയാളപ്പെടുത്തുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിർമ്മിച്ച പുതിയ പള്ളി കേരളീയ വാസ്തുവിദ്യയുടെ പരിച്ഛേദവും. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പേരിൽ ലോകത്തുള്ളതിൽ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അർത്തുങ്കൽ പള്ളി. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ വൈദിക പട്ടം സ്വീകരിച്ച പള്ളി കൂടിയാണിത്. 1829 നവംബർ 29 ആ പുണ്യദിനം. അങ്ങനെ കേരളത്തിൻ്റെ ക്രൈസ്തവ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ പള്ളി കൂടിയാണ് അർത്തുങ്കൽ പള്ളി. ഭക്തിയും വിശ്വാസവും ചരിത്രവും സമന്വയിക്കുന്ന അർത്തുങ്കലിൽ പോർച്ചുഗീസുകാർ പള്ളി നിർമ്മിച്ചത് 1581 പോർച്ചുഗീസ് വാസ്തുശില്പകലയുടെ പ്രൗഢി വിളിച്ചോതുന്ന അൾത്താരയിൽ കർത്താവിൻ്റെയും വിശുദ്ധന്മാരുടെയും ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ. പശ്ചാത്തലത്തിൽ അലങ്കാരപ്പണികൾ. പഴകുന്തോറും ഭംഗി കൂടി വരുന്നവയാണ് ഈ നിർമ്മിതികൾ. മൈക്ക് സെറ്റുകൾ ഉപയോഗത്തിൽ വരുന്നതിനു മുമ്പുള്ള കാലത്ത് പുരോഹിതന്മാർ വിശ്വാസികളുമായി സംവദിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രസംഗപീഠം. ഉയരമുള്ള പീഠത്തിലേക്ക് കയറാൻ പടികളുമുണ്ട്. പള്ളിയുടെ മുകളിൽ കൂറ്റൻ മണി. AD 1867 നിർമ്മിച്ചതാണിത്. പള്ളിക്ക് മുന്നിലായി കരിങ്കല്ലിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന അതിമനോഹരമായ പുതിയ പള്ളിയുടെ ചിത്രമാണ് അർത്തുങ്കലിൻ്റെ മുഖമായി ഇന്നറിയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ നിന്നുമുള്ള അതിവിദഗ്ധരായ ശില്പികളാണ് ഇത് പണിതത്. പഴയ പള്ളിയിലുണ്ടായിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുരൂപം പുതിയ പള്ളിയിൽ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിവരുന്നു. പള്ളി അങ്കണത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ ജീവൻ തുടിക്കുന്ന പ്രതിമകളാൽ അലങ്കരിച്ചിരിക്കുന്ന ഒരു മുറ്റമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മുറ്റത്തിൻ്റെ 2 സൈഡിലുമായിട്ട് ഈശോയുടെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ജീവൻ തുടിക്കുന്ന പ്രതിമകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ ദേവാലയം കൂടിയാണ് അർത്തുങ്കൽ പള്ളി. പ്രത്യേകിച്ചും വ്യാഴാഴ്ചകളിൽ നടക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ നൊവേനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആന്തരികമായിട്ടുള്ള ഒരു സന്തോഷം, ആത്മീയ സന്തോഷം, അത് എത്ര വലുതാണെന്ന് അനുഭവിച്ച് തന്നെ അറിയണം. പിന്നെ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.